നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണമായി രംഗത്തെത്തുകയാണ് എലിസബത്ത്. കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു ഗോഖലെയുമായുള്ള ബാലയുടെ വിവാഹം. തന്റെ അമ്മാവന്റെ മകളെന്നാണ് ഗോഖലെയെക്കുറിച്ച് ബാല പറഞ്ഞിരുന്നത്. എലിസബത്തുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല ഗോഖലയെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലയ്ക്കെതിരെ ഒരിക്കലും ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത്. തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത്. മറ്റ് സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയിരുന്നതായും ആണ് എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നത്. ഇപ്പോഴത്തെ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല, നേരിട്ടും നടൻ ബാലയും താരത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഗോഖലെയും തന്നെ ഭീഷണിപ്പെടുത്തിയാൽ തുടങ്ങിയെന്ന് ആരോപിച്ച് എലിസബത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ മുമ്പുണ്ടായ സംഭവങ്ങൾ പുറത്തു പറയുമെന്നാണ് ഭീഷണിയെന്നും എന്നാൽ അതിൽ തനിക്ക് ഭയമില്ലെന്നും എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ പറയുന്നു. ബാലയ്ക്കൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് അഭിമുഖങ്ങളിൽ അയാൾക്കൊപ്പം വരുന്നിരുന്നത് പോലും ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണെന്നും സഹോദരനെ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് വരെ അന്ന് ബാല തന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു. 3 വർഷം മുമ്പായിരുന്നു എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം. എന്നാൽ അത് നിയമപരമായി നടൻ എവിടെയും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. വിവാഹം നടന്നത് തന്നെ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു. അയാളും അയാളുടെ അമ്മയും ജാതകപ്രകാരം 41 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. മെന്റലിയും ഫിസിക്കലിയും അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്നുമാണ് എലിസബത്ത് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനി അടക്കമുള്ള അസുഖങ്ങളാൽ എലിസബത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആശുപത്രിയിൽ നിന്നും ബാലയ്ക്കൊപ്പം കഴിഞ്ഞപ്പോഴുള്ള ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി എലിസബത്ത് വീഡിയോ പങ്കുവച്ചിരുന്നു. ബാലയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഭീഷണിപ്പെടുത്തിയുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ എലിസബത്ത് ബാലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വിട്ടിരിക്കുകയാണ്. ബാലയ്ക്ക് വേണ്ടി സംസാരിച്ച ഇത്തവണ ഗോഖലെ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വന്ന കമന്റിന് സമാനമാണ് കുറച്ചു മുമ്പ് മെയിൻ ആളുടെ അക്കൗണ്ടിൽ വന്ന പോസ്റ്റിലും കാണാൻ കഴിഞ്ഞത്. അന്ന് വന്ന മെസ്സേജുകളിൽ ഡയറക്റ്റായുള്ള ഭീഷണികളായിരുന്നു കൂടുതൽ. ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പലരെയും കൊണ്ട് കസ്തൂരി എന്ന പേരിലും മുമ്പ് ഭീഷണികൾ വരുമായിരുന്നു. ഇപ്പോൾ അത് മാറി ഡയറക്റ്റ് ഭീഷണികൾ തുടങ്ങി. നീ ഇനി മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാണം കെടുത്തും എന്ന രീതിയാണ് ഭീഷണികൾ. കൂടെയുള്ളപ്പോഴും പിരിഞ്ഞപ്പോഴും ഇതേ തരത്തിൽ മുമ്പും ഭീഷണികൾ വന്നിരുന്നു. ഇതുപോലുള്ള ഭീഷണികൾ മാത്രമല്ല, എന്റെ ചേട്ടനെ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. അടിച്ചതിന്റെ പേരിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമോ എന്ന ഭയത്തിലായിരുന്നു അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ചേട്ടന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ പോലീസിൽ പരാതിപ്പെടില്ലെന്ന് കോൺഫിഡന്റ് പുള്ളിക്കായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, പല ഇന്റർവ്യൂകളിലും ഞാൻ അയാൾക്കൊപ്പം വന്നിരുന്നത് ഇങ്ങനെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നത് കൊണ്ടാണ്. നാണക്കെടുത്തുമെന്നുമെല്ലാം പറഞ്ഞിരുന്നു. ഒരു സമയത്ത് എന്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇയാളെ വിശ്വസിച്ച് ഇയാളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഈ നാണക്കേടിനെ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. സ്വന്തം ചാനൽ വഴിയാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തൽ. ചോദിച്ചാൽ ചിലപ്പോൾ താനിട്ടതല്ലെന്ന് പറയാൻ സാധ്യതയുണ്ട്. പാലാരിവട്ടം ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പാലാരിവട്ടം ഫ്ളാറ്റ് തരാമെന്ന് എത്ര പെണ്ണുങ്ങൾക്കാണ് നിങ്ങൾ വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്? ഞാൻ ഇയാളെ പ്രേമിക്കുന്ന സമയത്ത് ആ ഫ്ളാറ്റിൽ ഇയാൾക്കൊപ്പം വേറൊരു പെണ്ണ് ജീവിച്ചിരുന്നു. ആ പെണ്ണ് പുതിയൊരു ആളെ കണ്ടപ്പോൾ അയാൾക്കൊപ്പം പോയെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഇവർ വീണ്ടും വിളിക്കാനും സംസാരിക്കാനും തുടങ്ങി. അവരോട് ഒരിക്കൽ ഇയാൾ പറഞ്ഞത് എലിസബത്തിന്റെ ലിവർ സ്വീകരിക്കില്ലെന്നാണ്. എലിസബത്ത് എനിക്ക് ലിവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ അത് സ്വീകരിക്കില്ല. അങ്ങനെ ചെയ്താൽ അവളെ ഞാൻ ഭാര്യയായി അംഗീകരിക്കുന്നതിന് തുല്യമായിരിക്കും. അവളുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാത്തത് നിനക്ക് വേണ്ടിയാണ്, നിന്നെ ഭാര്യയായി സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആശുപത്രിയിൽ നിന്നും വരുമ്പോൾ എന്റെ ഫ്ളാറ്റ് തുറന്ന് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. നമ്മുടെ ആ മോന് ഞാൻ ഫ്ളാറ്റ് എഴുതി കൊടുക്കും. കുട്ടിക്കാലം മുതൽ അവൻ ആ ഫ്ളാറ്റിലല്ലേ കളിച്ച് ചിരിച്ചു കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. ഇതേ ഡയലോഗ് ഇയാൾ പാലക്കാട് നിന്ന് വന്ന വേറൊരു പെണ്ണിനോടും പറഞ്ഞിരുന്നു. നീ ഇവിടുത്തെ മുതലാളിച്ചിയല്ലേ, നീ അല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്, അപ്പോൾ ബാക്കിയുള്ളവർ നിന്നെ മാഡമെന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് മോഹം കൊടുക്കുന്നതും കാണിച്ചിട്ടുണ്ട്. വേറെ പലരോടും ഇതേ ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ പാസ്റ്റിലെ പല കഥകളും പ്രചരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞോളൂ, സത്യമല്ലേ, നുണയൊന്നും പറയാൻ പോകുന്നില്ലല്ലോ. ഒരു ഇന്റർവ്യൂവിലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ ഇവർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. മാമനെ പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കും. മാമന് നിങ്ങളോട് കുറച്ച് സ്നേഹമുള്ളത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഭീഷണി. നേരത്തെ ഇൻഡയറക്റ്റ്ലി വന്ന ഭീഷണികൾ ഇപ്പോൾ ഡയറക്റ്റായി വന്നു തുടങ്ങി. ഭീഷണികൾ വരുന്നതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും ആർക്കും ഒരു പ്രശ്നവുമില്ല. അതെന്തുകൊണ്ടാണ് ആർക്കും പ്രശ്നമില്ലാത്തത്? ഭീഷണികളൊക്കെ സിമ്പിൾ കാര്യമാണോ? ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നത് നിർത്താൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞിരുന്നു ദൈവം കൊണ്ട് തന്നതാണ് നിന്നെ എനിക്കെന്ന്. ശരിക്കും ദൈവം തന്നെയാകും കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷെ അത് വേറെ കാര്യത്തിന് വേണ്ടിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്നാണ് എലിസബത്ത് ബാലയെയും ഗോഖലെയും കുറിച്ച് പുതിയ വീഡിയോയിൽ പറഞ്ഞത്. എലിസബത്തിന് മറ്റൊരു ഭർത്താവുണ്ടെന്നാണ് ഗോഖലെ പുതിയ വീഡിയോയിൽ ആരോപിച്ചത്. നിരന്തരമായി എലിസബത്ത് മരുന്ന് കഴിച്ചിരുന്നതായും ഗോഖലെ പുതിയ വീഡിയോയിൽ പറഞ്ഞു. പല കാര്യങ്ങളും തുറന്നു പറയാത്തത് ഞങ്ങൾക്ക് അത് പറയുന്നത് ഒരു നാണക്കേടുണ്ടായതുകൊണ്ടാണെന്നും ഗോഖലെ പറഞ്ഞു. ബാലയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് എലിസബത്ത് രഹസ്യമായി ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചെന്നും അവർ മാനസിക രോഗിയാണെന്നും തുടങ്ങി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഗോഖലെ നടത്തിയിട്ടുള്ളത്. കുറെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്, അതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഞാനും ഒരു പെണ്ണാണ്.
നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിലൂടെ നേരിട്ട് പറയുന്നത് എലിസബത്ത് ചേച്ചിയോടാണ്. അവരുടെ പുതിയൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ എന്നെ വെല്ലുവിളിച്ചത് പോലെയാണ് തോന്നിയത്. നിങ്ങളൊരു പെണ്ണായതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മാമ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വന്ന് പറയാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്കത് നാണക്കേടാണ്. നിങ്ങൾക്ക് അതിലൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. പറഞ്ഞു വരുന്നത് ഞാനും മാമനും ഇപ്പോൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതുപോലെ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം ഈ ജനങ്ങളോട് പറയണം. ഞങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങളാണ് എല്ലാവരെയും പറ്റിക്കുന്നത്. അതാദ്യം പറയുക. നിങ്ങളുടെ ഭർത്താവ് ആരാണ്? അതൊരു ഡോക്ടറല്ലേ? ഇക്കാര്യം പുറത്തു പറയാത്തത് എന്താണ്? നിങ്ങൾ ഭർത്താവിനൊപ്പം സന്തോഷമായിട്ടിരിക്കുക. എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ അവിടെ നിന്ന് പോയതല്ലേ? എല്ലാം കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷം നിങ്ങൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ്? ഞങ്ങളുടെ കല്യാണത്തിന് മുൻപേ ഇതേക്കുറിച്ച് പറയാൻ ഞാൻ മാമനോട് പറഞ്ഞതാണ്. അദ്ദേഹമാണ് വേണ്ട, പാവമല്ലേ, നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും മോശമായി പെരുമാറുന്നത്. നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെ സത്യമുണ്ട്, നുണയാണ് എന്നതൊക്കെ എനിക്കറിയാം. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. 15 വർഷമായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആരോടും പറയാത്തത്? എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്, പാവമാണ് എന്നൊക്കെയാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് ആർക്കും അറിയില്ല. അതുപോലെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്നും ആർക്കും അറിയില്ല. ഒന്നും മനസ്സിലാകാതെയാണ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര മോശമായി തോന്നുന്നു. ഞങ്ങളെ ജീവിക്കാൻ വിടില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങളും ചെയ്തോളാം. എല്ലാത്തിനുമുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും പുറത്തുവിടരുതെന്നാണ് മാമൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഡിപ്രഷൻ സ്റ്റേജിൽ ആത്മഹത്യ ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റേജിലാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് മോശമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. പക്ഷെ അദ്ദേഹം അതിന് ശ്രമിക്കുന്നില്ല എന്നും ഗോകുല വീഡിയോയിൽ പറയുന്നു. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ഗോകുല, നീ നിന്റെ ഊഴത്തിനായി കാത്തിരിക്കൂ, കൂടുതൽ ഒന്നും പറയാനില്ല. പിന്നെ ബാല മറ്റുള്ളവരുടെ തോളിൽ കയറി സംസാരിക്കുന്നതും തോക്ക് ചൂണ്ടുന്നതുമൊക്കെ നിർത്തുക. ആരൊക്കെ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാലും ആരും വിശ്വസിക്കില്ല. ഗോകുല, നിനക്ക് അല്പം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നീ നിന്റെ ജീവൻ സൂക്ഷിക്കുക, ഈ ചവറ്റുകുട്ടയിൽ കളയുന്നതിനേക്കാൾ എന്നാണ് ഒരു കമന്റ്. നീ ഒരു പുരുഷനാണോ? നിങ്ങൾ ഈ പാവം പെൺകുട്ടിയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല. അവളും നിന്നെ വിശ്വസിക്കുന്നു. പക്ഷെ എല്ലാത്തിനും ഒടുക്കം നീ അവളോടും അങ്ങനെ ചെയ്യും. എനിക്ക് അവളോട് സഹതാപം തോന്നുന്നു. നിങ്ങൾ ഒരു യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ ഈ വിവാദങ്ങളെല്ലാം നിർത്തി നല്ല മനുഷ്യനായൂ സൈക്കോയെ പോലെ പെരുമാറരുത്. പ്രിയപ്പെട്ട ഗോകുല, ബാലയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ നിങ്ങൾ വൈകാതെ കണ്ടുപിടിക്കും. ഭർത്താക്കന്മാരുടെ തനി സ്വഭാവം വെളിപ്പെടുത്തുന്നതുവരെ ഭാര്യമാർ കൂടെ നിൽക്കുന്നത് സാധാരണമാണ്. അമൃതയോടും എലിസബത്തിനോടുമുള്ള ബാലയുടെ പഴയകാല പെരുമാറ്റം കണ്ടു. നിങ്ങളുടെ സുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നീയും ഇതേ വിധി അനുഭവിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. പട്ടിയുടെ വാല് ഒരിക്കലും നേരെയാവില്ല എന്ന ചൊല്ലുണ്ട്. അതുപോലെ വഞ്ചനയുടെ ചരിത്രമുള്ള ആളുകൾ പലപ്പോഴും അവരുടെ വഴികൾ തുടരുക തന്നെ ചെയ്യും. ആശങ്കയോടെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വളരെ വൈകുന്നതിന് മുൻപ് നിങ്ങൾ സത്യം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഒരാൾ കുറിച്ചത്. 15 വർഷം മുമ്പ് എലിസബത്ത് ഉദയൻ മെഡിസിൻ കഴിച്ചു തുടങ്ങിയപ്പോൾ നീ ജനിച്ചോ? നിന്റെ മാമ നേരത്തെ 2 കെട്ടി കഴിഞ്ഞിട്ടാണ് എലിസബത്തിനെ കെട്ടിയത്. അത് മോൾക്കറിയുമോ? കേരളത്തിൽ വന്നിട്ട് കേരള പെണ്ണിനെ തേക്കുന്നു. നീ പേടിക്കണ്ട, 2026 മുതൽ നിനക്കും മെഡിസിൻ കഴിച്ചു തുടങ്ങാമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്. ഗോകുല, ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും നീ തികച്ചും അപമാനമാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നു. ചെറുപ്പം മുതലേ എല്ലാവരും മരുന്ന് കഴിക്കുന്നു. പിന്നെ എലിസബത്ത് 15 വർഷം മരുന്ന് കഴിക്കുന്ന കാര്യം പറയുന്നത് നിനക്ക് ബുദ്ധിയില്ലേ? സത്യത്തിൽ നിന്റെ ചില കുക്കിംഗ് വീഡിയോകളിൽ തലച്ചോറ് കഴിച്ച പോലെ നിനക്ക് തലച്ചോറ് വേണം. പോയി നിന്റെ തെളിവുകൾ കാണിക്ക്. തെളിവുകൾ കാണിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. ഞങ്ങൾ എല്ലാവരും എലിസബത്തിന്റെ കൂടെയാണ്. എലിസബത്ത് മുമ്പ് വിവാഹം കഴിച്ചോ? പിന്നെ നിന്റെ ഭർത്താവും വിവാഹം കഴിക്കുന്നതിന് മുൻപ് 3 വിവാഹം കഴിച്ചു. പിന്നെ എന്തിനാണ് എലിസബത്ത് ഭർത്താവിനെ കെട്ടുന്നതിന് മുൻപ് ഒരു തവണ കല്യാണം കഴിച്ച കാര്യം പറയുന്നത്? പൊതുജനത്തിന്റെ മുന്നിൽ വരുമ്പോൾ അല്പം സാമാന്യബോധം ഉപയോഗിച്ച് സംസാരിക്കുക. ഒരു ലോജിക്കും ഇല്ലാതെ സംസാരിക്കരുതെന്നും ഒരാൾ പറയുന്നു. എന്നാൽ എലിസബത്ത് മുമ്പ് പറഞ്ഞിട്ടുള്ള കസ്തൂരി എന്ന അക്കൗണ്ടിൽ നിന്നും കമന്റുകൾ ഇതിലും വന്നിട്ടുണ്ട്. ബാലഗോകുല, അവസാനം ഞങ്ങളോട് സത്യം പറഞ്ഞതിന് നന്ദി. അങ്ങനെ എലിസബത്ത് നേരത്തെ ഒരു ഡോക്ടറുമായി വിവാഹം കഴിക്കുകയും ബാലയുമായി വിവാഹിതയാകുന്നതിന് മുൻപ് തന്നെ എലിസബത്തിന് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഊഹിച്ച കാര്യമാണ്. പക്ഷെ നിങ്ങൾ വ്യക്തമാക്കിയതിനു ശേഷം എനിക്ക് നന്നായി മനസ്സിലായി. ബാലയ്ക്കെതിരെ എന്തിനാണ് ഇത്രയധികം വ്യാജ ആരോപണങ്ങൾ ഈ സ്ത്രീ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് റേപ്പ് പോലുള്ള കാര്യങ്ങൾ. ലിവർ സിറോസിസ് ഉള്ളവന്റെ അവസ്ഥ ഏത് മെഡിക്കൽ പ്രൊഫഷണലിനും അറിയാം. ഇവൾക്ക് എങ്ങനെ അങ്ങനെ കള്ളം പറയാൻ കഴിയുന്നു? എന്ത് കാര്യത്തിന് വേണ്ടി എന്നാണ് കസ്തൂരി എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ്. ഇതിന് താഴെയും മലയാളികൾ വിമർശനങ്ങൾ കൊണ്ട് പൊതിയുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നം എലിസബത്ത് മുൻപൊരു തവണ കല്യാണം കഴിച്ചതല്ലേ? ബാല 3 വിവാഹം കഴിച്ചല്ലോ. ബാല അവളെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പല ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ബാലയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നാണ് ഒരാൾ ചോദിച്ചത്. ഗോകുല തന്നെ കസ്തൂരി മുന്നേ ഇട്ട കമന്റ്സ്. ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം സെയിം. തമിഴായ കസ്തൂരിക്ക് മലയാളിയായ എലിസബത്തിനെ കുറിച്ച് എല്ലാം അറിയാം.
പക്ഷേ കസ്തൂരി ആരാണെന്ന് ആർക്കും അറിയില്ല എന്നും കമന്റിൽ പറയുന്നു. അതേസമയം കസ്തൂരി ഫേക്ക് പ്രൊഫൈലാണെങ്കിലും അത് ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ താൻ ചൂണ്ടിക്കാണിക്കുന്നതെന്നും എലിസബത്ത് നേരത്തെ പറഞ്ഞിരുന്നു.